പിന്നെ നമുക്ക് ഇന്ന് തന്നെ അത് പെട്ടെന്ന് ഇടിച്ചിരിക്കാണ്ടേ വേഗം കയറ്റി പോകണം തീരെ നമുക്ക് അത് കാര്യമുള്ളൂ. യൂട്യൂബർമാരൊക്കെ വന്നല്ലോ. നിങ്ങൾ ഇവിടെ ഉണ്ടേനോ? എന്തേലും പരിപാടി ഞങ്ങളെ ആ പ്രമുഖ നടൻ മരിച്ചില്ലേ, അവിടെ ഷൂട്ടിന് പോയതാണേ. യജാതി ജനങ്ങളാ, നടന്മാരും യൂട്യൂബേഴ്സും. അവിടെ ഇല്ലാത്ത ജനങ്ങളില്ല, ആകെ ജഗ പോകയാണ്. അപ്പൊ നമ്മളിതേ ഒരു കാര്യം ചെയ്യണം. ആ മറ്റേ നടൻ വന്ന് ഇറങ്ങുമല്ലോ, ആ കെണിയത്തെ നടൻ. അപ്പൊ വന്ന് ഇറങ്ങുമ്പോ നമുക്ക് പറയേണ്ടത് മരിച്ച നടനെ തിരിഞ്ഞു നോക്കാതെ കെണിയിലെ നായകൻ, അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്കാം. നമുക്ക് ഒന്നുകൂടി പൂലിപ്പിച്ചാലോ? ആയിക്കോട്ടെ. അതായത് ഈ നടനും മരിച്ച നടനും അവർ തമ്മിൽ കുടുംബ സുഹൃത്താണത്രേ. ഇപ്പോ അവർ തമ്മിൽ എന്തോ ഒരു അകൽച്ചയിലാണത്രേ. അങ്ങനെ കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും. പിന്നെ ആ നടി ഒന്ന് പുഞ്ചിരിച്ചിരിക്കണോ, അത് നമ്മൾ പ്രത്യേകം വീഡിയോ എടുത്തിക്കണല്ലോ, അത് കുറച്ച് നീട്ടിയിടാം. അപ്പൊ നമുക്ക് മരണ വീട്ടിൽ പുഞ്ചിരിക്കുന്ന നടി, അങ്ങനെ സാധനം നമുക്ക് എടാ നമ്മൾക്ക് നല്ലൊരു കിട്ടലാണ്. കാരണം എന്താ വെച്ചാൽ നല്ലൊരു വീഡിയോസ് ആണത്. ശരിക്കും നമുക്ക് വൈറലാൻ സാധ്യതയുണ്ട്. പിന്നെ മന്ത്രിമാരൊക്കെ വന്നപ്പോ ചിരിച്ചതാണ്. എന്തുപോലൊക്കെ യൂട്യൂബർമാരടങ്ങള് എന്ത് ക്യാപ്ഷനുകളോ കൊടുക്കുന്നത്. കുഞ്ഞേട്ടാ, ക്യാപ്ഷൻ വെറൈറ്റി ആയാലേ ആളുകൾ ശ്രദ്ധിക്കുള്ളൂ, റീച്ച് വരുള്ളൂ. നിങ്ങൾ എന്താ വിചാരിച്ചേ? ഞാനും നിങ്ങൾ അതേമാതിരി പത്രപ്രവർത്തനമൊക്കെ നടത്തിയ ആളാ, കുറെ സോഷ്യൽ മീഡിയയും കൈകാര്യം ചെയ്യുന്ന ആളാ. എന്ത് തോന്നിയാസം വിളിച്ചിട്ട് പറയാ റീച്ച് കിട്ടാൻ വേണ്ടിട്ട്. എടാ, എത്ര വലിയ വ്യക്തിയാണെങ്കിലും ഒരു മരണ വീട്ടില് ആ മക്കളെയും ഭാര്യയുടെ ഒക്കെ അവസ്ഥ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ഏത് മരണയിലും മൊബൈലും പിടിച്ചിട്ട് ചെല്ലും. എന്നിട്ട് ഐറ്റങ്ങളെ ഇരിക്കാനും നിൽക്കാനും സമ്മതിക്കാതെ ഒരു ഓൺലൈൻ മാധ്യമങ്ങള് ഒലക്കേന്റെ മൂഡ് ഓർക്കോലതായ ചടങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ. അതൊന്നും ഇപ്പൊ ഞങ്ങളെ ബാധിക്കുന്ന കേസല്ല ഉണ്ണേട്ടാ. നിങ്ങളെപ്പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങളെ കൊണ്ടേ ഗുണമുണ്ട്, അതിനുപരി ദോഷമുണ്ട്. നിങ്ങളൊക്കെ കുറെ മാറാണ്ട്.